إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കിതാബിൽ സൂറത്തു തൗബയുടെ 36-ാമത്തെ ആയത്തായി കൊണ്ട് പറഞ്ഞു, ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ്സമാവാതി വൽ അർദ് മിൻഹാ 4 ഹുറും ذلك الدين القيم فلا تظلموا فيهن أنفسكم. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആകാശഭൂമികൾ സൃഷ്ടിച്ച അന്നു മുതൽ അല്ലാഹുവിൻ്റെ അടുക്കൽ അവൻ്റെ രേഖയിൽ മാസങ്ങൾ അത് 12 എണ്ണമാകുന്നു. അഥവാ ഒരു വർഷമെന്നാൽ 12 മാസങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷം പറഞ്ഞു, മിൻഹാ 4 ഹുറും. ആ 12 മാസങ്ങളിൽ 4 മാസങ്ങൾ പവിത്രമാക്കപ്പെട്ട മാസങ്ങളാകുന്നു. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് വക്രതയില്ലാത്ത നേരായ മതം. ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, അതുകൊണ്ട് തന്നെ ആ മാസങ്ങളിൽ നിങ്ങൾ സ്വന്തത്തോട് അതിക്രമങ്ങൾ കാണിക്കരുത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചം ആകാശഭൂമികൾ സൃഷ്ടിച്ച അന്നു മുതൽ കാലങ്ങൾ, മാസങ്ങൾ അതതിൻ്റെ കൃത്യമായ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാം, അസ്സനതു 12 ശഹ്റൻ, ഒരു വർഷമെന്നാൽ അത് 12 മാസങ്ങളാകുന്നു. മിൻഹാ 4 ഹുറും, അതിൽ 4 മാസങ്ങൾ പവിത്രമാക്കപ്പെട്ട മാസങ്ങളാകുന്നു. 3 മുതവാലിയാത്തുൻ, ആ 4 എണ്ണത്തിൽ 3 എണ്ണം തുടർച്ചയായി വരുന്ന മാസങ്ങളാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ വൽ മുഹറം വറജബു മുളർ അല്ലദീ ബൈന ജുമാദ വശഅബാൻ. 3 എണ്ണം തുടർച്ചയായി വരുന്ന മാസങ്ങളും പിന്നീട് മുളർ ഗോത്രക്കാരുടെ അഥവാ അവർ പ്രത്യേകമായി ആദരിക്കുന്ന
മാസമായ റജബ് മാസവും ജുമാദയുടെയും ശഅബാനിൻ്റെയും ഇടയിലുള്ള മാസം. സഹോദരങ്ങളെ, റജബ് മാസത്തിലാണ് നമ്മൾ ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹമാണ്, നമ്മോടുള്ള അവൻ്റെ ഔദാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില പ്രത്യേക സന്ദർഭങ്ങൾ നമുക്ക് നിശ്ചയിക്കുകയും ആ സന്ദർഭങ്ങളെ, ആ കാലഘട്ടത്തെ, ആ സമയത്തെ പ്രത്യേകമായി നമുക്ക് അറിയിച്ചു നൽകുകയും അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പ്രത്യേകമായി നിർദ്ദേശിക്കുകയും ചെയ്യുക എന്നുള്ളത്. അള്ളാഹുവിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മുടെ കൈകളിൽ നമുക്ക് മുതൽക്കൂട്ടായി ഉണ്ടാവുക നമ്മുടെ പ്രയത്നങ്ങൾ, പ്രവർത്തനങ്ങൾ മാത്രമാണ്. അള്ളാഹു പറഞ്ഞില്ലേ, വഅൻ ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. മനുഷ്യൻ അവൻ പ്രയത്നിച്ചതല്ലാതെ അവന് മറ്റൊന്നുമില്ല. നമ്മുടെ പ്രയത്നങ്ങളുടെ തിക്തഫലം, പ്രതിഫലം, അതാണ് പ്രിയമുള്ളവരെ മരണാനന്തരം നമുക്കുള്ളത്. അത് സ്വരുക്കൂട്ടാനാണ് അള്ളാഹു നമ്മോട് കൽപ്പിച്ചത്. വതസവ്വദു, അള്ളാഹു പറഞ്ഞില്ലേ, നിങ്ങൾ സാദ് കൈക്കൊള്ളുക. സാദ് എന്നാൽ വിഭവങ്ങൾ. ഫഇന്ന ഖൈറ സാദി തഖ്വ, തഖ്വയാകുന്നു ഏറ്റവും ഉത്തമമായ സാദ്, വിഭവം, അഥവാ പരലോകത്തേക്കുള്ള വിഭവമാണത്. ഭൗതികമായ ദുനിയാവിൻ്റെ വിഭവങ്ങൾ ഒരുക്കുന്നതിനിടയിൽ നമ്മൾ മറന്നു പോവാതിരിക്കേണ്ട ഒരു കാര്യമാണത്. കാരണം നമ്മൾ അള്ളാഹുവിലേക്കുള്ള യാത്രയിലാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട് യാത്രക്കാരോട് അള്ളാഹു പറഞ്ഞ ആയത്താണത്. നിങ്ങൾ ഹജ്ജിന് പോകുമ്പോൾ, യാത്രയിൽ ഏർപ്പെടുമ്പോൾ വിഭവങ്ങൾ കൈക്കൊള്ളണം, യാത്രാ വിഭവങ്ങൾ സ്വരുക്കൂട്ടണം. ഒന്നുമില്ലാതെ ഇറങ്ങിത്തിരിക്കരുത്, അത് പ്രയാസമുണ്ടാക്കും. അത് തന്നെയാണ് സഹോദരങ്ങളെ നമ്മുടെ ഓരോ യാത്രയിലും നാം മനസ്സിലാക്കേണ്ടത്. ഏറ്റവും വലിയ യാത്രയാണ് അള്ളാഹുവിലേക്കുള്ള ഈ യാത്ര. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്ന പവിത്രമായ മാസങ്ങൾ, സമയങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആയുസ് തൊലച്ചു കളയാനുള്ളതല്ല, ആയുസ് തീർത്ത് കളയാനുള്ളതല്ല. അതിനെക്കുറിച്ച് ചോദ്യമുണ്ട്. യൗവനത്തെക്കുറിച്ച് ചോദ്യമുണ്ട്, ആയുസ്സിനെ കുറിച്ച് ചോദ്യമുണ്ട്. ഓരോന്നും അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മോട് ചോദിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്നോടെന്നതുപോലെ ഓർമ്മപ്പെടുത്തട്ടെ, അള്ളാഹു നമുക്ക് നൽകിയ അവസരങ്ങൾ മുതലെടുക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. അള്ളാഹു നമ്മെ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മാസങ്ങളെക്കുറിച്ച് പറഞ്ഞു. 4 മാസങ്ങൾ പവിത്രമാക്കപ്പെട്ട മാസങ്ങളാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു നിർദ്ദേശിച്ച കാര്യമുണ്ട്. അതാണ് നാം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും. ആ മാസങ്ങളിൽ നിങ്ങൾ സ്വന്തത്തോട് അതിക്രമങ്ങൾ കാണിക്കരുത്. ആ മാസങ്ങൾ എന്നതിനെ മുഫസ്സിറുകൾ 2 രൂപത്തിൽ വ്യാഖ്യാനിച്ചതായി നമുക്ക് കാണാം. ഫലാ തദ്ലിമു ഫീഹിന്ന, ഫീഹിന്ന എന്ന ആ മാസങ്ങൾ 12 മാസങ്ങളാണ് എന്ന് പറഞ്ഞവരുണ്ട്. അതല്ല, പ്രത്യേകമായി ഈ 4 മാസങ്ങളാണ് എന്നും പറഞ്ഞവരുണ്ട്. അഥവാ സഹോദരങ്ങളെ, രണ്ടും വൈരുദ്ധ്യങ്ങളല്ല, മറിച്ച് രണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു സമയത്തും, ഒരു കാലത്തും, ഒരു മാസത്തിലും സ്വന്തത്തോടുള്ള അതിക്രമങ്ങൾ, തിന്മകൾ, പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. അതിൽ പ്രത്യേകമായി 4 മാസങ്ങൾ അള്ളാഹു ആദരിച്ച, പവിത്രമാക്കിയ മാസങ്ങൾ, അത് നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹു ആദരിച്ചതിനെ, അള്ളാഹു ബഹുമാനിച്ചതിനെ, അള്ളാഹു ശ്രേഷ്ഠത നൽകിയതിനെ ആദരിക്കുക, ബഹുമാനിക്കുക എന്നത് നമ്മുടെ ഹൃദയത്തിലെ തഖ്വയെയാണ് അറിയിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹു പറയുന്നു, ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും. ആ മാസങ്ങളിൽ നിങ്ങൾ അതിക്രമങ്ങൾ ചെയ്യരുത്. മഹാനായ ഖതാദ റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതായി കാണാം, ഈ ആയത്തിൻ്റെ, ഈ വാക്കിൻ്റെ ഉദ്ദേശം, ഇന്നൽ ദുൽമ ഫിൽ അശ്ഹുരിൽ ഹുറുമി അഅ്ളമു ഖതീഅതൻ വവിസ്റ.
പവിത്രമായ മാസങ്ങളിൽ ദുൽമ്, അതിക്രമങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളത് ഗുരുതരമായ പാപമാണ്, പാപഭാരമാണ്. മിന ദുൽമി ഫീമാ സിവാഹ, മറ്റുള്ള മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ. വൈൻ കാന ദുൽമു അലാ കുല്ലി ഹാലിൻ അദീമൻ, ദുൽമ് എന്നത്, അതിക്രമം എന്നത്, തിന്മ എന്നത്, പാപമെന്നത് എല്ലാ കാലത്തും ഗുരുതരമാണ്, ഗൗരവതരമാണ്. വലാകിന്ന അല്ലാഹ യുഅദ്ദിമു മിൻ അംരിഹി മാ യശാ, എന്നാൽ അല്ലാഹു അവൻ്റെ കാര്യങ്ങളിൽ ചിലതിന് പവിത്രത നൽകും, അവൻ ആദരിക്കും. അതിനെ കൂടുതൽ നാം ആദരിക്കണം എന്നാണ് അതിൻ്റെ സാരം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിക്രമങ്ങൾ നമ്മോട് വിലക്കിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റബ്ബ്, അവൻ ആകാശഭൂമികൾ സൃഷ്ടിച്ചവനാണ്. അവൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിക്കുന്നവനാണ്. അവൻ അസീസാണ്, പ്രതാപിയാണ്. അവൻ സർവാധിപത്യമുള്ളവനാണ്, എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്നവനാണ്. എന്നിരിക്കെ അല്ലാഹു പറഞ്ഞു, യാ ഇബാദി ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, എൻ്റെ അടിമകളെ, തീർച്ചയായും ഞാൻ എൻ്റെ സ്വന്തത്തിൽ അതിക്രമം, ദുൽമ് എന്നത് ഹറാമാക്കിയിരിക്കുന്നു. അല്ലാഹു അവൻ്റെ സ്വന്തത്തിന് ദുൽമ് നിഷിദ്ധമാക്കിയിരിക്കുന്നു, ഹറാമാക്കിയിരിക്കുന്നു. അല്ലാഹു ഒരാളോടും ഒരു തരിമ്പ് പോലും അതിക്രമം കാണിക്കുകയില്ല. വജഅൽതുഹു ബൈനകും മുഹറമൻ, അല്ലാഹു അവൻ്റെ സ്വന്തത്തിന് ഹറാമാക്കിയ ആ കാര്യം, അഥവാ അതിക്രമമെന്ന, ദുൽമെന്ന ആ കാര്യം, എൻ്റെ അടിമകളെ, നിങ്ങൾക്കിടയിലും ഞാൻ ഹറാമാക്കിയിരിക്കുന്നു. ഫലാ തദാലമു, അതുകൊണ്ട് നിങ്ങൾ പരസ്പരം അതിക്രമങ്ങൾ കാണിക്കരുത്. എല്ലാ അർത്ഥത്തിലും ദുൽമ് അല്ലാഹു വിലക്കിയിരിക്കുന്നു. സഹോദരങ്ങളെ, അതിക്രമമെന്നത്, ദുൽമെന്നത്, മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, 3 രൂപത്തിലാണ്. 3 രൂപത്തിലാണ് അതിക്രമങ്ങളുള്ളത്. അതിലൊന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പൊറുക്കാത്ത അതിക്രമം. അഥവാ അല്ലാഹു ഒരിക്കലും പൊറുക്കുകയില്ല എന്ന് പറഞ്ഞാൽ, ഒരാൾ ആ അതിക്രമമായിക്കൊണ്ട്, അതിലായിക്കൊണ്ട് മരിച്ചുപോയാൽ അല്ലാഹു ഒരിക്കലും പൊറുക്കുകയില്ല. മരിക്കുന്നതിന് മുന്നേ തൗബ ചെയ്ത് മടങ്ങിയാലല്ലാതെ ആ അതിക്രമം അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുകയില്ല. അങ്ങനെയുള്ള അതിക്രമമാണ് അശ്ശിർക്കു, അല്ലാഹുവിൽ പങ്കുചേർക്കുക എന്ന കാര്യം. മഹാനായ ലുഖ്മാൻ അദ്ദേഹത്തിൻ്റെ മകന് കൊടുത്ത ഉപദേശങ്ങളിൽ ആദ്യത്തെ ഉപദേശം നമുക്ക് കാണാം. അല്ലാഹു പറയുകയാണ്, വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. ലുഖ്മാൻ തൻ്റെ മകന് ഉപദേശങ്ങൾ നൽകിയ സന്ദർഭം ഓർക്കുക. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മോനെ, കുഞ്ഞുമോനെ, നീ അല്ലാഹുവിൽ പങ്കുചേർക്കരുത്, നീ ഒരിക്കലും ശിർക്ക് ചെയ്യരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, തീർച്ചയായും ശിർക്ക് എന്നത്, അല്ലാഹുവിൽ പങ്കുചേർക്കുക എന്നുള്ളത്, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുക എന്നുള്ളത്, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളത്, അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ച നേരുക എന്നുള്ളത്, അല്ലാഹു അല്ലാത്തവരുടെ മേൽ ഭരമേൽപ്പിക്കുക എന്നുള്ളത്, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറവ് നടത്തുക എന്നുള്ളത് തുടങ്ങിയ ഇബാദത്തായി അല്ലാഹു പഠിപ്പിച്ച ഏതൊരു കാര്യമുണ്ടോ അത് അല്ലാഹു അല്ലാത്തവർക്ക് നൽകുക എന്നുള്ളത്, മോനെ, കഠോരമായ കടുത്ത അപരാധം തന്നെയാണ്. ഇതാണ് ഏറ്റവും ഗുരുതരമായ അതിക്രമം. സഹോദരങ്ങളെ, ഇതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു കാലത്തും ഉണ്ടാവാൻ പാടില്ല. എല്ലാ മാസങ്ങളിലും ഇത് ബാധകമാണ്. കാരണം അല്ലാഹു നമ്മെ പടച്ചത് അവന് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. എന്നിരിക്കെ അല്ലാഹു അല്ലാത്ത ഒരാൾക്ക് ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് കഠോരമായ അപരാധമാണ്. അതുകൊണ്ടാണ് അദ്ദുൽമ്, അതിക്രമം എന്നതിനെ പണ്ഡിതന്മാർ നിർവചിച്ചത് ഒരു കാര്യത്തെ അതിൻ്റേതല്ലാത്ത സ്ഥാനത്ത് കൊണ്ടുപോയി വെക്കലാണ് ദുൽമ് എന്ന് പറഞ്ഞാൽ. അതാണ് അതിക്രമം. വെക്കേണ്ടടുത്ത് വെക്കുക എന്നതാണ് ഒരു കാര്യത്തോട് നാം കാണിക്കുന്ന നീതി. ആ നീതിയുടെ നേർവിപരീതമാണ് അതിക്രമം, ദുൽമ്. ഒരു കാര്യം അതിൻ്റേതല്ലാത്ത സ്ഥാനത്ത് കൊണ്ടുപോയി വെക്കൽ. ശിർക്ക് എന്നത് അല്ലാഹുവിൽ പങ്കുചേർക്കുക എന്നുള്ളത്, അല്ലാഹുവിനുള്ള ഇബാദത്ത്, അവന് സമർപ്പിക്കേണ്ട ഇബാദത്ത് അർഹതയില്ലാത്ത ആളുകൾക്ക് സമർപ്പിക്കലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമത്തെ ഈ ദുൽമ്
തൗബ ചെയ്ത് മടങ്ങിയാൽ അല്ലാതെ അള്ളാഹു ഒരിക്കലും പുറത്തു തരാത്ത ദുൽമ് നമ്മുടെ ജീവിതത്തിൽ ഒരു കാലത്തും ഉണ്ടാവാൻ പാടുള്ളതല്ല. അള്ളാഹുവിൽ പങ്കുചേർക്കലും ഷിർക്ക് ചെയ്യലും ഇസ്തിഗാസ എന്ന ഓമന പേരിട്ടുകൊണ്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കലും കേവലം ശാഖാപരമായ ഒരു കാര്യമല്ല പ്രിയമുള്ളവരെ. മറിച്ച് നോക്കൂ, ലുഖ്മാൻ അദ്ദേഹത്തിന്റെ മകന് നൽകിയ വസിയത്ത്, ഇന്ന ശിർക ലദുൽമുൻ അദീം, കഠോരമായ അപരാധമാണ് മോനെ, കഠോരമായ കടുത്ത പാപമാണ് മോനെ എന്നാണ് അദ്ദേഹം മകന് നൽകിയ വസിയത്ത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും ഗുരുതരമായ ഈ അതിക്രമം, അതിൽ നിന്ന് നാം പാടെ ഒഴിഞ്ഞു നിൽക്കേണ്ടതുണ്ട്. ഒരു പണ്ഡിതന്മാരും ഒരു ഉസ്താദും ഒരു മുസ്ലിയാരും നമ്മുടെ ഖബറിലേക്ക് വരികയില്ല. നമുക്ക് പാപമോചനം നേടിത്തരാൻ ഒരാളും വരികയില്ല. അല്ലാഹു അല്ലാത്ത ആളുകളെ നാം ആരാധിച്ചു പോയാൽ, പ്രാർത്ഥിച്ചു പോയാൽ, അവരോട് ഇബാദത്ത് നൽകിപ്പോയാൽ ഗുരുതരമായ അപകടത്തിലാണ് അത്തരം ആളുകൾ ചെന്നു പതിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ അതിക്രമം എന്നത് അള്ളാഹു ഒരിക്കലും വിട്ടു നൽകാത്ത അതിക്രമമാണ്. അഥവാ സഹോദരങ്ങളെ, അടിമകൾ പരസ്പരം അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു പോയിട്ടുള്ള അതിക്രമങ്ങൾ, ഒരാൾ മറ്റൊരാളോട് കാണിച്ചിട്ടുള്ള അതിക്രമം, അത് അല്ലാഹു അവൻ വിട്ടു നൽകുകയില്ല. ഏതുവരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാനത് ലഹു മദ്ലമതുൻ ലിഅഖീഹി മിൻ ഇർദിഹി ഔ ഷൈഇൻ, ആർക്കെങ്കിലും തൻ്റെ സഹോദരനോട് അവൻ്റെ കാര്യത്തിൽ, അവൻ്റെ അഭിമാനത്തിൽ, അവൻ്റെ മറ്റേതെങ്കിലും കാര്യത്തിൽ വല്ല അതിക്രമവും സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ ഫൽയതഹല്ലൽഹു മിൻഹുൽ യൗമ ഖബ്ല അല്ലാ യകൂന ദീനാറുൻ വലാ ദിർഹം, ദീനാറോ ദിർഹമോ ഉപകാരപ്പെടാത്ത ഒരു ദിവസം അഥവാ പരലോകം അത് വരുന്നതിന് മുന്നേ അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളുക, അതിൽ നിന്ന് വിട്ടുവീഴ്ച നേടിക്കൊള്ളുക. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അങ്ങനെ ഒരാൾ പരസ്പരം വിട്ടുവീഴ്ച ചോദിക്കാതെ, പരസ്പരം വിട്ടുവീഴ്ചയില്ലാതെ മരിച്ചുപോയി പരലോകത്ത് എത്തിയാൽ അള്ളാഹു നേർക്ക് നേരെ പുറത്തു നൽകുകയില്ല. അവിടെയുള്ള പ്രക്രിയ എന്നുള്ളത്, ഇൻ കാന ലഹു അമലുൻ സാലിഹുൻ ഉഖിദ മിൻഹു ബിഖദ്രി മദ്ലമതിഹി, അതിക്രമം ചെയ്തവന്റെ അടുക്കൽ നന്മയുണ്ട് എങ്കിൽ ഇവൻ ആരോടാണോ അതിക്രമം ചെയ്തത് അയാൾക്ക് ഇവന്റെ നന്മയിൽ നിന്നും അള്ളാഹു നൽകും. വഇൻ ലം തകുൻ ലഹു ഹസനാതുൻ, ഇനി ഈ അതിക്രമം ചെയ്തവന്റെ അടുക്കൽ നന്മകളൊന്നുമില്ല എന്ന് വിചാരിക്കുക, ഉഖിദ മിൻ സയ്യിആതി സാഹിബിഹി ഫഹുമില അലൈഹി, അതിക്രമം ചെയ്യപ്പെട്ടവന്റെ തിന്മകൾ അതെടുത്ത് ഈ ആളുടെ മേൽ ചാർത്തപ്പെടും, പിന്നീട് നരകമാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് പ്രത്യേകം നാം ശ്രദ്ധിക്കുക. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കൂടെയുള്ളവർ, അവരോട് നമുക്ക് വല്ല അതിക്രമവും സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ ദീനാറും ദിർഹമും അഥവാ ഒന്നും ഉപകാരപ്പെടാത്ത ഒരു ദിവസം വരാനുണ്ട്. അതിനു മുന്നേ രക്ഷപ്പെട്ടുകൊള്ളുക, അതിനു മുന്നേ തീർപ്പ് കൽപ്പിച്ചു കൊള്ളുക. സാമ്പത്തികമായ ഇടപാടാണോ, പറഞ്ഞ് അവധി വാങ്ങി തീർപ്പ് കൽപ്പിച്ചു കൊള്ളുക. അതല്ല, അഭിമാനം പിച്ച് ചീന്തിയതാണോ, വിട്ടുവീഴ്ച ചോദിക്കുക. മരിക്കുന്നതിന് മുന്നേ അത് ചെയ്തില്ല എങ്കിൽ പരലോകത്ത് നന്മതിന്മകളാണ് പകരം കൊടുക്കേണ്ടി വരിക. ഈ അതിക്രമത്തിൽ നിന്നും സഹോദരങ്ങളെ എല്ലാ കാലത്തും നമ്മൾ മാറി നിൽക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പവിത്ര മാസങ്ങളിൽ നാം കൂടുതൽ ജാഗ്രത കൈക്കൊള്ളേണ്ടതുണ്ട്. മൂന്നാമത്തെ അതിക്രമം എന്നത് ഒരാൾ തൻ്റെ സ്വന്തത്തോട് ചെയ്യുന്ന അതിക്രമം അഥവാ പാപങ്ങൾ, തിന്മകളിൽ ഏർപ്പെടുക എന്നുള്ളത്. സഹോദരങ്ങളെ, സ്വന്തത്തോട് അതിക്രമം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏത് തിന്മയും അത് നമ്മുടെ സ്വന്തത്തോട് നാം ചെയ്യുന്ന അതിക്രമമാണ്. കാരണം തിന്മയുടെ അനന്തരഫലം അനുഭവിക്കേണ്ടത് നമ്മുടെ സ്വന്തമാണ്, നാം ഓരോരുത്തരുമാണ്. ഈ ആത്മാവും ഈ ശരീരവുമാണ് പാപങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കേണ്ടത്. അതുകൊണ്ട് ഏതൊരു ചെറുതും വലുതുമായ തിന്മ അത് നമ്മുടെ സ്വന്തത്തോടുള്ള അതിക്രമമാണ്. കാരണം അതിൻ്റെ തിക്തഫലം അനുഭവിക്കുക നമ്മുടെ സ്വന്തം ശരീരമാണ്, സ്വശരീരമാണ്. നരകാഗ്നിയിൽ
കിടന്നു വെന്തിരിയേണ്ടി വരിക ഇതാ ഈ ശരീരവും ഈ ആത്മാവുമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മുടെ സ്വന്തത്തിൽ ഉണ്ടാകുന്ന ചെറുതാവട്ടെ വലുതാവട്ടെ പാപങ്ങളിൽ നിന്ന് നാം മാറി നിൽക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ ധിക്കരിക്കാൻ, പാപങ്ങളിൽ ഏർപ്പെടാൻ നമുക്ക് തോന്നുമ്പോൾ നാം അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുക. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു നോക്കുക. അള്ളാഹു കാണുന്നു, അള്ളാഹു നിരീക്ഷിക്കുന്നു എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവുക. അങ്ങനെ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്ന്, തിന്മകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് പരിപൂർണമായി മാറി നിൽക്കേണ്ട സന്ദർഭങ്ങളാണ് പ്രിയമുള്ളവരെ അള്ളാഹു നമുക്ക് ഒരുക്കി തന്നിട്ടുള്ളത്. ഈ 3 അതിക്രമങ്ങളാണ് അതിക്രമങ്ങളുടെ 3 അടിസ്ഥാനങ്ങൾ. ഇതിൽ നിന്നെല്ലാം ഓടി അകലേണ്ടവനാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ഓരോരുത്തരും. അതാണ് അള്ളാഹു പറഞ്ഞത്, ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും. ആ മാസങ്ങളിൽ, അഥവാ എല്ലാ മാസങ്ങളിലും, പ്രത്യേകമായി 4 മാസങ്ങളിൽ തിന്മകളിൽ നിന്ന്, അതിക്രമങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു മാ തസ്മഊൻ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു പവിത്രത നൽകിയ റജബ് മാസം നേരത്തെ സൂചിപ്പിച്ചു. നാം ഓരോരുത്തരും തിന്മകളിൽ നിന്ന്, എല്ലാവിധ അതിക്രമങ്ങളിൽ നിന്നും പ്രത്യേകമായി മാറി നിൽക്കേണ്ട സന്ദർഭമാണ്. റജബ് മാസത്തെക്കുറിച്ച് വന്ന ചില ശ്രേഷ്ഠതകളിൽ നമുക്ക് കാണാം, അള്ളാഹു യുദ്ധം നിഷിദ്ധമാക്കിയ, ഹറാമാക്കിയ 4 മാസങ്ങളിൽ ഒന്നാണ്. അങ്ങനെ അള്ളാഹു പവിത്രത നൽകിയിട്ടുണ്ട്. ഏതൊരു കാര്യത്തിനും പവിത്രത നൽകുക റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. വറബ്ബുക യഖ്ലുഖു മാ യശാഉ വ യഖ്താർ. നിന്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ, അള്ളാഹുവാണ് പവിത്രതകളും ശ്രേഷ്ഠതകളുമൊക്കെ തിരഞ്ഞെടുക്കുകയും നമുക്ക് അറിയിച്ച് നൽകുകയും ചെയ്യുന്നത്. അങ്ങനെ അള്ളാഹു അറിയിച്ചു തന്ന, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്ന ശ്രേഷ്ഠതകളിലും പവിത്രതകളിലും മാത്രം നാം ഒതുങ്ങി നിൽക്കേണ്ടതുണ്ട്. ഇല്ലാത്ത ശ്രേഷ്ഠതകളും പവിത്രതകളും നമ്മുടെ വകയായി നാം നിശ്ചയിക്കരുത്. റജബ് മാസവുമായി ബന്ധപ്പെട്ട് ധാരാളം അനാചാരങ്ങൾ, പുത്തനാചാരങ്ങൾ സമൂഹത്തിൽ വ്യാപകമായി നമുക്ക് കാണാം. പ്രത്യേകം നോമ്പ്, പ്രത്യേകം നിസ്കാരം, പ്രത്യേകം ഇബാദത്തുകൾ, പ്രത്യേകം ദുആഉകൾ. സഹോദരങ്ങളെ, ഖുർആനിലോ സുന്നത്തിലോ നമ്മുടെ നല്ലവരായ മുൻഗാമികളുടെ അധ്യാപനങ്ങളിലോ വരാത്തതൊന്നും ദീനല്ല. ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ കൂടുതൽ നമുക്കത് വിശദീകരിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, മുൻഗാമികളിൽ ചിലർ പറഞ്ഞ മനോഹരമായ ഒരു വാക്ക് ഇപ്രകാരം നമുക്ക് കാണാം. ഷഹ്റു റജബ്, റജബ് മാസം എന്നത് ഷഹ്റുൻ ലിസ്സറ, വിത്ത് വിതക്കാനുള്ള മാസമാണ്. വ ശഅബാൻ, റജബിന് ശേഷമുള്ള ശഅബാൻ എന്ന മാസം ഷഹ്റു സഖി ലിസ്സറ, റജബിൽ വിതച്ച വിത്തിന് വെള്ളം നനക്കാനുള്ള മാസമാണ്. വ റമളാൻ, അത് കഴിഞ്ഞ് വരുന്ന റമളാൻ മാസം എന്നത് ഷഹ്റു ഹസാദി സറ, റജബിൽ വിതച്ച വിത്ത് ശഅബാനിൽ നനച്ച, വെള്ളമൊഴിച്ച ആ വിത്ത് അതിൻ്റെ ഫലം കൊയ്യാനുള്ള മാസമാണ്. വളരെ മനോഹരമായ ഒരു വാക്കാണിത്. സഹോദരങ്ങളെ, റജബിലെ നാം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. തിന്മകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട്
അള്ളാഹുവിലേക്ക് അടുക്കാൻ, നമ്മുടെ നിർബന്ധമായ ഇബാദത്തുകളിൽ ശ്രദ്ധ പുലർത്താൻ, സുന്നത്തായ കാര്യങ്ങൾ, ഐച്ഛികമായ ഇബാദത്തുകൾ കൂടുതൽ ശ്രദ്ധിക്കാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. റജബിലെ നാം തുടങ്ങണം. അതാണ് റജബ് വിത്ത് വിതക്കാനുള്ള മാസമാണ് എന്ന് പറഞ്ഞത്. ശഅബാനാകുമ്പോൾ കൂടുതൽ പരിശ്രമിക്കാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മുടെ നല്ലവരായ മുൻഗാമികളും കാണിച്ചു തന്ന അനേകം കാര്യങ്ങൾ, സൽക്കർമ്മങ്ങൾ, അത് ചെയ്ത് ഈ വിത്തിനെ വളർത്താനുള്ള വെള്ളവും വളവും നൽകേണ്ടതുണ്ട്. അത് കഴിഞ്ഞു വരുന്ന പരിശുദ്ധ റമളാനിൽ ഇതിൻ്റെ എല്ലാം ഫലങ്ങൾ കൊയ്തെടുക്കാനുള്ളതാണ്. റമളാൻ പൂർത്തിയായി ശവ്വാലിലേക്ക് എത്തലോടുകൂടി പ്രിയമുള്ളവരെ, പാപമോചിതരായി, പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നല്ല അടിമകളായി മാറാനുള്ളതാണ് നമുക്ക് ഓരോരുത്തർക്കും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് നാം അശ്രദ്ധയിലായി പോകരുത്. നമ്മുടെ സമയവും ആരോഗ്യവും നമ്മെ വഞ്ചിച്ചു കളയരുത്. എന്നോടെന്നതുപോലെ ഉണർത്തുകയാണ്. ഈ കാലത്ത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളും മൊബൈലിൻ്റെ അമിതമായ ഉപയോഗങ്ങളും മറ്റ് കാര്യങ്ങളും സഹോദരങ്ങളെ തീർത്ത് കളയുന്നത് നമ്മുടെ ആയുസ്സാണ്, സമയമാണ്, അള്ളാഹു നൽകിയ അവസരങ്ങളാണ് എന്ന് നാം ഓർക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാവിധ ഫിത്നകളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ യഥാർത്ഥ മുഅ്മിനീങ്ങളായി ജീവിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, ന്യൂനതകൾ, കുറവുകൾ, പാപങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകമായി ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആളുകൾ, അള്ളാഹു അവരുടെ രോഗം ശിഫാ നൽകുമാറാവട്ടെ. ആശ്വാസവും തുറവിയും സമാധാനവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ أنت وليها ومولاها. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.